ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗമാണ് ബ്രോഡ്കാസ്റ്റ് ടെക്നോളജീസ്. അതായത് പ്രക്ഷേപണ പരിപാടികളിലെ സാങ്കേതിക കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അതിൻ്റെ സാങ്കേതിക വിദ്യ എന്താണെന്ന്. അപ്പോൾ നമുക്ക് ആസ് എ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ജേർണലിസം പഠിക്കുന്ന കുട്ടികളിൽ നിന്നുള്ളവർക്ക് മാത്രം നമുക്ക് ഇതിൻ്റെ ടെക്നോളജികൾ അധികം പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ ടെക്നിക്കൽ ടേംസ് ഇവിടെ പറയുന്നുണ്ട്, അത് എന്താണെന്ന് മാത്രം പഠിച്ചു പോകേണ്ടതുള്ളൂ. അല്ലാതെ ഫിസിക്സും ടെക്നോളജികളും ഒക്കെ കൂടുതൽ പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ റേഡിയോ തരംഗങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കൂടുതലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ജേർണലിസം സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് ഇത് എന്താണെന്ന് അറിഞ്ഞു പോവുക മാത്രമാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ കുറച്ച് 3 ടെക്നോളജികൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമാണ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കൂടാതെ ഇതിനെ സംബന്ധിച്ച ചില എക്സ്ട്രാ വിവരങ്ങൾ ഞാനിന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് പഠിക്കണം. അപ്പോൾ പഠിക്കുകയല്ല, ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഒന്ന് ജസ്റ്റ് ഞാൻ തരുന്ന പോസ്റ്റുകളിലും അതിലൂടെ ഒന്ന് പോയാൽ മാത്രം മതി, നിങ്ങൾക്ക് ഒരു കൂടുതൽ ധാരണ വരും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ബ്രോഡ്കാസ്റ്റ് ടെക്നോളജീസിൽ ഇന്ന് 3 ടേംസ് ആണ്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ AM, 2 ഫ്രീക്വൻസി മോഡുലേഷൻ അല്ലെങ്കിൽ FM ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ടേമാണ് അല്ലേ. അതിൻ്റെ ഫുൾ ഫോം ഈ പറഞ്ഞ എല്ലാത്തിൻ്റെയും, ഞാനിപ്പോൾ പറയാൻ പോകുന്ന 3 എണ്ണത്തിൻ്റെയും ഫുൾ ഫോം, ഷോർട്ട് ഫോം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ അല്ലെങ്കിൽ FM, അതല്ലെങ്കിൽ DRM എന്നറിയപ്പെടുന്ന ഡിജിറ്റൽ റേഡിയോ മോഡ്യൂൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റേഡിയോ ടെക്നോളജി അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ടെക്നോളജി എന്ന് പഠിക്കാനുള്ളത്. അടുത്ത ഭാഗം ടൈപ്സ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രോഡ്കാസ്റ്റ് ടെക്നോളജീസിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അല്ലെങ്കിൽ AM എന്താണെന്നാണ്. നമ്മൾക്ക് റേഡിയോ തുറക്കുമ്പോൾ കാണാമല്ലോ, റേഡിയോ പഴയ റേഡിയോ ആണെങ്കിലും പുതിയ റേഡിയോ ആണെങ്കിലും കാറിലുള്ളതാണെങ്കിലും ഫോണിലുള്ളതാണെങ്കിലും ഒക്കെ നമുക്ക് AM FM എന്നുള്ള സെപ്പറേഷൻ കാണാൻ പറ്റും അല്ലേ. FM-ന് എന്താ വ്യത്യാസം, AM-ന് എന്താ വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ട്സ് ഞാൻ തരും. കൂടാതെ നിങ്ങൾ AM FM എന്നുള്ളതിനെ കമ്പയർ ചെയ്യാനാണ് കൂടുതലായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്ന കാര്യം ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പറയാൻ വേണ്ടി പറയും. ഇത്രയും മാത്രമാണ് ഈ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് AM എന്താണെന്ന് നോക്കാം. AM refers to amplitude modulation, a mode of broadcasting radio waves by varying the amplitude of the carrier signal in response to the amplitude of the signal to be transmitted. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ഇത് റേഡിയോ തരംഗങ്ങൾ പാസ് ചെയ്യുന്ന ഒരു രീതിക്ക് കൊടുത്തിട്ടുള്ള പേര് തന്നെയാണ്. അപ്പോൾ റേഡിയോൻ്റെ തരംഗങ്ങൾ എങ്ങനെ വഹിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് കൊടുത്തിട്ടുള്ള ഒരു പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ ആ പേര് തന്നെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന വേവിലൂടെ കടന്നു പോകുന്ന സിഗ്നലുകൾക്ക് കൊടുക്കുന്ന പേര്. AM സിഗ്നൽസ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് വിത്ത് സിമ്പിൾ എക്യുപ്മെൻറ്റ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചെറിയ ഡിവൈസിൽ പോലും നമുക്കറിയാം, നമ്മൾ ചെറിയ തുച്ഛമായ വില കൊടുക്കുന്ന നമ്മൾ റോഡ് സൈഡിലും മറ്റൊക്കെ കാണുന്ന ചെറിയ റേഡിയോയിൽ പോലും FM കിട്ടിയില്ലെങ്കിലും AM ഉണ്ടായിരിക്കും അല്ലേ. അതായത് ചെറിയ എക്യുപ്മെൻറ്റ്സിൽ പോലും, ചെറിയ സിമ്പിൾ എക്യുപ്മെൻറ്റ് പോലും വെച്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വേവ് മോഡാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളത്. Another advantage of AM is that it uses a narrow bandwidth. അതായത് ഒരു നാരോ ആയിട്ടുള്ള ബാൻഡ് വിഡ്ത്ത് ഉപയോഗിച്ചിട്ടാണ് AM വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന സവിശേഷത. AM broadcast occur in the medium wave frequency range. The standard broadcast band of 530 to 1700 kilohertz. അപ്പോൾ ഇത്രയും ആണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ AMൻ്റെ മറ്റൊരു പ്രത്യേകത മീഡിയം വേവ് ലെങ്ത് ഫ്രീക്വൻസി റേഞ്ചിൽ തന്നെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത കൂടി പറയാനുള്ളത്. അപ്പോൾ അത്രയുമാണ് നമുക്ക് AM എന്താണെന്നുള്ളത് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് ചെറിയൊരു ബാൻഡ് വിഡ്ത്തിൽ തന്നെ കിട്ടുന്നു എന്നുള്ളതാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ചെറിയ ഏത് തരം ഡിവൈസിലും, ഏത് സിമ്പിൾ ഡിവൈസിലും നമുക്ക് ലഭ്യമാകുന്ന ഒരു മോഡുലേഷനാണ് AM. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അടുത്തതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും FM എന്ന് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ, FM. അപ്പോൾ FM സ്റ്റേഷനുകളുണ്ട് റേഡിയോയ്ക്കൊക്കെ.
എഡ്വിൻ ആംസ്ട്രോങ് ചിത്രത്തിൽ കാണാം കേട്ടോ. എഡ്വിൻ ആംസ്ട്രോങ് ഇൻവെൻറ്റഡ് ദ FM റേഡിയോ ഡ്യൂറിങ് ദ 1930s. 1930കളിലാണ് ആദ്യമായിട്ട് FM എന്നുള്ളൊരു കണ്ടുപിടുത്തം വരുന്നത്, അതായത് ഫ്രീക്വൻസി മോഡുലേഷൻ വരുന്നത്. ഹി വോൺ എ patent for FM റേഡിയോ ഇൻ 1933. 1933 ഇദ്ദേഹം FM റേഡിയോ തുടങ്ങാനുള്ളതിൻ്റെ പാറ്റൻറ്റ് സ്വന്തമാക്കി. The aim was to overcome noise interference in AM broadcast. AM-നെ പറ്റി നമ്മൾ സംസാരിച്ചു. പക്ഷേ AM-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോയ്സുകളും സറൗണ്ടിങ് സൗണ്ട്സുകളും ഒക്കെ വേവ് ലെങ്ത്തിലൂടെ അതിൻ്റെ പ്രക്ഷേപണത്തിലൂടെ നമുക്ക് തകരാറുകൾ ഉണ്ടാക്കും എപ്പോഴും. ഓക്കെ, നോയ്സ് ഉണ്ടാവും എന്നുള്ളതാണ് AM-ൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ FM-ലേക്ക് വരുമ്പോൾ പറയുന്നത് ഒരു തരത്തിലുള്ള നോയ്സ് വന്ന് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ ഇൻ്റർഫിയർ ചെയ്യില്ല FM-ൽ, പക്ഷേ AM-ൽ അങ്ങനെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ശല്യത്തിന്, സൗണ്ട് അല്ലെങ്കിൽ നോയ്സിനെ തരണം ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം, അതായത് എഡ്വിൻ ആംസ്ട്രോങ് FM എന്നുള്ളൊരു കണ്ടുപിടുത്തം കൊണ്ടുവന്നത്. ഓക്കെ, sound level of broadcasting in FM radio is 3 times better than AM. AM-നേക്കാളും 3 മടങ്ങ് സൗണ്ട് ലെവല് ക്വാളിറ്റി കൂടുതലാണ് FM-ന്. ഓക്കെ, അപ്പോൾ FM-ൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ക്ലാരിറ്റിയാണ്. ഒരു തരത്തിലും നോയ്സ് വേവ്സിനെ കേൾപ്പിക്കില്ല. അതാണ് FM-ൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അടുത്തൊരു ടെക്നോളജി ടേമാണ് നമുക്ക് പഠിക്കാനുണ്ട്, ഡിജിറ്റൽ റേഡിയോ മോണ്ടിയൽ അല്ലെങ്കിൽ DRM. ഇതിൻ്റെയൊക്കെ ഷോർട്ട് ഫോംസും ഫുൾ ഫോംസും ഒരുപോലെ പഠിച്ചു വയ്ക്കണം. അതുമാത്രം 1 മാർക്കിനൊക്കെ ചോദിച്ച് കാണാറുള്ള കാര്യമാണ് കേട്ടോ. മോണ്ടിയൽ ബീയിങ് ഇറ്റാലിയൻ ആൻഡ് ഫ്രഞ്ച് ഫോർ വേൾഡ് വൈഡ്. വേൾഡ് വൈഡ് എന്ന ടേമിൻ്റെ ഒരു ഇറ്റാലിയനോ അല്ലെങ്കിൽ ഫ്രഞ്ചോ വാക്കാണ് മോണ്ടിയൽ എന്ന് പറയുന്നത്. is a set of digital audio broadcasting technologies designed to work over the bands currently used for AM broadcasting. അപ്പോൾ AM ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയിൽ വരുന്ന ഒരു ടെക്നോളജിയാണ് DRM എന്ന് പറയുന്നത്. ഡിജിറ്റൽ റേഡിയോ മോണ്ടിയൽ ഈസ് ഓൾസോ ദ നെയിം ഓഫ് ദ ഇൻ്റർനാഷണൽ നോൺ പ്രോഫിറ്റ് കൺസോർട്ടിയം ഡിസൈനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നിലവിലുള്ള ഒരു രീതിയും കൂടെയാണ്. പിന്നെ ഇത് ഇൻ്റർനാഷണൽ നോൺ പ്രോഫിറ്റ് കൺസോർട്ടിയത്തിൻ്റെ ഒരു പേര് കൂടെയാണ് എന്ന് പറയുന്നു. അപ്പോൾ DRM can deliver FM comparable sound quality on frequencies below 30 MHz which allow for very long distance signal propagation. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ലോങ് ഡിസ്റ്റൻസ് പ്രൊപ്പഗേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് DRM-ൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും എന്തായിരിക്കും, വളരെ നല്ല ക്വാളിറ്റിയും ആയിരിക്കും. അതായത് സൗണ്ട് ക്വാളിറ്റി വളരെ ഹൈ ആയിരിക്കും എന്ന് പറയുന്നു. വളരെ വലിയൊരു ഏരിയയിലേക്ക് കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിക്കുന്ന ചെറിയ ഒരു ഭാഗം. അപ്പോൾ ഈ ടെക്നോളജീസിൻ്റെ പഠിക്കാനുള്ളത്, ബ്രോഡ്കാസ്റ്റ് ടെക്നോളജീസിൽ നമുക്ക് പഠിക്കാനുള്ളത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്, അത് AM എന്നറിയപ്പെടുന്നു. പിന്നെ ഫ്രീക്വൻസി മോഡുലേഷനാണ് FM എന്നറിയപ്പെടുന്നു. പിന്നെ ഡിജിറ്റൽ റേഡിയോ മോണ്ടിയലാണ്, അപ്പോൾ അതിനെ DRM എന്നറിയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെ പേരിൻ്റെ ഷോർട്ട് ഫോംസും ഫുൾ ഫോംസാണ് പഠിക്കേണ്ടത് ഒരു കാര്യം. പിന്നെ ഓരോന്നിനും 2-3 പോയിൻറ്റ്സ് ഓരോ ഭാഗത്തു നിന്നും പഠിക്കാനുണ്ടാവും. അതൊക്കെ നോട്ട്സിൽ കൃത്യമായിട്ട് ഞാൻ തരും. അപ്പം ഇതാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളോ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ ഒപ്പം തന്നെ അയക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.